ഇത് ആരാ? ഭൂതത്തായത്തിന് പ്രശ്നമല്ലേ? മഹാദേവന്റെ കാവൽക്കാരൻ ഇത്തിരി സ്ട്രോങ്ങാ. ഇത്തിരി അല്ല, നല്ല സ്ട്രോങ്ങാ. പോവാൻ പണിയാ. കണ്ടാ സ്വാമി കുറെ പണിയാ. നമ്മുടെ മസിലൊക്കെ പിടിച്ചിട്ട് കണ്ടാ. ഈ ഇടുമ്പൻ സ്വാമി ഇപ്പോഴും ദേഷ്യത്തില. കണ്ടാ ഇതാണ് സ്വാമി. തൊട്ട് കഴിഞ്ഞാൽ ഇത്തിരി ഇതാണല്ലേ ഇടുമ്പൻ. ഇത്തിരി പവറിലാണല്ലോ ഇടുമ്പൻ. അതാരാ നേരിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണ്ട സംഭവം. നിങ്ങളാ വീഡിയോയില് വള്ളയമ്മ. ഓ ഭയങ്കര സീനാണുള്ളത്. സ്വാമിനെ മറിച്ചിടണം നോക്കാം. അമ്മോ വേറിട്ടൊരു കാഴ്ച നമ്മുടെ ചാനലിലൂടെ അങ്ങോട്ട് വിടണത് പുറത്തോട്ട്. ആര് കാണിക്കാം. ഇത് മറ്റേ ഭൂതം. ഇത് ഡേഞ്ചർ ആയിക്കോട്ടെ. ഇത് ഭയങ്കര ഇതായിരിക്കും. പോകാൻ നേരത്ത് ഭയങ്കര ഇതായിക്കോട്ടെ. ഇത് ഭൂതമാണ്, ഭൂതത്തനാണ്. ഉണ്ടാകണ ഞാൻ പറഞ്ഞല്ലേ. ഇത് ഭൂതം പോയപ്പോ മറ്റേ പുള്ളി ഒക്കെ അയ്യോ കലി തുള്ളിക്കണല്ല. എന്താ കലി തുള്ളിക്കണം? നോക്കി മുഖം നോക്കിയേ. എന്റെ അമ്മ ആരാ? അത് പരിഹാരം ഉണ്ടാവും, അതിന് പരിഹാരം ഉണ്ടാവും. കലി തുള്ളിക്കണ്ട പാമ്പോ ഭദ്രാവളിയ. എന്റെ പൊന്നെ ഹലോ മച്ചന്മാരെ, കേരള അനുപാക്ഷൻ വ്ളോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇതൊക്കെ മച്ചന്മാരെ സുഖമല്ലേ? ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു അത്ഭുത സ്വാമീനെ കാണാൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. വെറുതെ കിട്ടില്ലം വൈബ് മച്ചാണ്. എന്തായാലും സ്വാമിയുടെ കുറെ ശിഷ്യന്മാർ ഇവിടെ ഉണ്ട്. ഇവിടെ ഈ സ്വാമിയുടെ ദേഹത്ത് മുരുകൻ കൂടും, ദേവി കയറും, അങ്ങനെ പല പല ദൈവങ്ങളും വന്ന് അനുഗ്രഹിച്ച് ഈ സ്വാമി തൊട്ടാൽ അപ്പം തന്നെ ഫുൾ പവറായിട്ട് ശിഷ്യന്മാർ തുള്ളും. പല പല ദൈവങ്ങൾ കയറുന്ന ഒരു അത്ഭുത കാഴ്ചയാണ് പ്രേക്ഷകരുടെ മുമ്പിലെത്തുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ പരിപാടി ഷെയർ ചെയ്യാൻ. അപ്പോൾ നമുക്ക് സമയം കണ്ട സ്വാമി ഭയങ്കര പൂജലാണ്. സ്വാമിയുടെ ശിഷ്യന്മാരൊക്കെ ഇവിടെ വേലും മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നടക്കണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ചാനലും പുറത്തു വിടാത്ത സംഭവമാണ് അനുപാക്ഷൻ വ്ളോഗ്സിലൂടെ നിങ്ങൾക്ക് വേണ്ടി കാഴ്ചയൊരുക്കുന്നത്. ഒരു ചാനലും വിട്ടുള്ള, സത്യസന്ധമായിട്ട് പറയണം, ഒരു ചാനൽ വിടാത്ത സംഭവമാണ് നമ്മൾ പുറത്തു വിടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആ അത്ഭുത സ്വാമിയുടെ വീട്ടിലോട്ട് പോകാം. എൻ്റെ പൊന്ന മച്ചന്മാരെ, സ്വാമിയുടെ വീട്ടിലെത്തുമ്പോൾ ഞങ്ങളുടെ ചെരുപ്പും ഷൂസൊക്കെ ഇവിടെ ഊരിയിട്ടുണ്ട്. ഇതാണ് സ്വാമിയുടെ വീട്. അത് മാത്രമല്ല സ്വാമിയുടെ ശിഷ്യന്മാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. സ്വാമി പൂജയിലാണെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും നമുക്ക് അതിൻ്റെ അകത്തോട്ട് കയറാം. ഹലോ നമസ്കാരം. എന്താ വേലി കയ്യിലെന്താണ്? കയ്യില് ടീമുണ്ടല്ലോ ഇവിടെ. എന്താ പേരെന്താ? ഇതെന്താണ്? ശൂലം? വേലി. ഇത് മിനിക്കണം അമ്പം പരിപാടിയോടെ നടക്കാൻ പോണോ അല്ലേ? ഇതെന്താ സംഭവം? എന്താണെന്ന് പറഞ്ഞത്. എന്താ കയ്യിലൊക്കെ ഇങ്ങനെ കെട്ടിയേക്കണത്? ഇത് ഒന്ന് ആഴിക്കാപ്പും പിന്നെ നമ്മള് ആഴിക്കാപ്പ് നോക്കി കാണിച്ചേ. ഇതാണ് ആഴിക്കാപ്പ്. ആഴിക്കാപ്പ്. പിന്നെ രണ്ടാഴിക്കുള്ള കാപ്പായി കെട്ടിയിരിക്കുന്നത്. 2 ആഴിക്കുള്ള കാപ്പാണ്. ഒന്ന് മഞ്ഞൾ നീരാട്ടിനും അല്ലാതെ അഗ്നിക്കാവടിക്ക് എടുക്കാനും. മഞ്ഞൾ നീരാട്ടെന്ന് വെച്ചാൽ ഈ നമ്മുടെ ചൂട് വെള്ളത്തിനകത്ത് മഞ്ഞളിട്ട് നമ്മള് ഈ പുഴുത്തോല വെച്ച് മുതുത്തടിക്കത്തില്ലേ, അതാണ് മഞ്ഞൾ നീരാട്ട്. പിന്നെ മറ്റേ ആഴിക്കാപ്പ് എന്ന് വെച്ചാൽ തീക്കനലിനകത്തൂടെ നമ്മൾ ഇറങ്ങി ചെല്ലുന്നത്. അപ്പൊ നിങ്ങളെല്ലാരും നൊയമ്പിലാന്ന് കേട്ട്? ഞങ്ങളെല്ലാരും 41 ദിവസത്തെ വ്രതം എടുത്തേക്കണം. കഠിന വ്രതം. എന്തിനാണ് സംഭവം എടുത്തേക്കണം? സംബന്ധിച്ചാൽ ഞങ്ങൾക്ക് വേലി കുത്താൻ വേണ്ടി, കുത്താൻ വേണ്ടിയാ. ഞങ്ങളുടെ ഓരോരുത്തരുടെ വീട്ടിലുള്ള ഓരോ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി, അങ്ങനെ ഓരോരുത്തർ. അപ്പൊ ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്ന, അല്ലെങ്കിൽ ഈ അത്ഭുത സ്വാമി എന്നൊക്കെ ഇവിടെ ആൾക്കാർ പറഞ്ഞിട്ട് ഞങ്ങൾ വന്നത് ആ സ്വാമിനെ കാണാൻ വേണ്ടി. പിന്നെ സ്വാമി തൊട്ടാല് അപ്പൊ തന്നെ ദേവി വരും, പിന്നെ മുരുകൻ വരും. അതെന്താ സംഭവം? അത് ചൈതന്യന്റെ, അത് ഓരോ വിശ്വാസം നമ്മുടെ മനസ്സിലുള്ള ഓരോ ദൈവങ്ങളാ വരുന്നത്. ശരിയാണ് സംഭവം, സത്യം തന്നെയാ. നേരിട്ട് കാണാൻ വന്നേക്കണേ, കാണിക്കാല്ലേ? അല്ലെങ്കിൽ ഇത്ര ദൂരം ഞാൻ വരുമോ? പിന്നെന്താ സംഭവം നീ പറഞ്ഞേ കേക്കട്ടെ.
സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ദേഹത്തും വരുന്ന ഓരോ ചൈതന്യം, നമ്മുടെ ഈ ലോകത്തുള്ള എത്ര ചൈതന്യം ഉണ്ടോ അത് ഓരോന്നും ഓരോ വ്യക്തിയുടെ ദേഹത്ത് വരും. അല്ലാതെ നമ്മളല്ലാതെ നമ്മൾക്ക് വേണ്ടി വെറുതെ കുത്തിക്കൊടുക്കുന്നതല്ല. ഓരോ ദൈവങ്ങൾ വരുമ്പോ അവരുടെ അനുവാദം മേടിച്ച് അവരുടെ അനുവാദത്തോടാണ് ഇത് കെട്ടുന്നത്. ഈ ആഴിക്കാപ്പ് കെട്ടുന്നത് എല്ലാവരുടെ കയ്യിലില്ല, ഏകദേശം എല്ലാവരുടെ കയ്യിലില്ല. മഞ്ഞൾ അങ്ങനെ എല്ലാരും കെട്ടിക്കൊടുക്കത്തില്ല. ആ ദേഹത്തിരിക്കുന്ന ചൈതന്യം പറയും. സാധാരണ തമിഴ്നാട്ടിൽ പോകുമ്പോൾ മഞ്ഞളൊക്കെ കാണാം. ഈ ദേഹത്തിരിക്കുന്ന ചൈതന്യം പറയും എനിക്ക് ഇന്ന സ്ഥലത്ത് ഇറങ്ങണം എന്ന് പറയുന്ന സമയത്ത് ഇത് കെട്ടിക്കൊടുക്കത്തുള്ളൂ. ഇവിടെ ആരൊക്കെ വരും ഇപ്പൊ സ്വാമിയുടെ അടുത്ത്? സ്വാമിയുടെ അടുത്ത് ഇപ്പം ഏകദേശം 28-30 ദൈവങ്ങൾ അടുപ്പിച്ച് ദേഹത്തുണ്ട്. ആരൊക്കെയാന്ന് വെച്ചാൽ എനിക്ക് എല്ലാവരുടെയും പേര് പറയാൻ. അപ്പൊ എന്തായാലും നമുക്കിത് സ്വാമിയുടെ വീട്ടിൽ തന്നെ നിൽക്കണത് നമ്മുടെ ശൂലം ഒക്കെ ടീമൊക്കെ ഇട്ട് ഇങ്ങനെ നിക്കണേണ്. അപ്പൊ അതേത് എല്ലാരും നോയമ്പിലാണ് കേട്ടോ, എല്ലാ ടീമും ഉണ്ട് ഇവിടെ. അപ്പൊ ഇനിയുണ്ടോ? അതേ ഇരിക്കണ വേലെല്ലാം പിള്ളേർക്കുള്ളതാണ് അല്ലേ? ഇതെന്നാ പരിപാടി എന്താണ്? തൈപ്പൂയം 26-ാം തീയതി. അപ്പൊ തൈപ്പൂയം നിങ്ങൾ ആഘോഷിക്കാൻ പോകണം പിന്നെ അല്ലേ? കാവടിയൊക്കെ എടുത്ത് നിങ്ങൾ കഴിക്കണ ഭക്ഷണം എന്തൊക്കെയാണ് ഈ നോയമ്പിന്? ഒരു നേരത്തെ അരിയാഹാരം, ബാക്കിയെല്ലാ നേരവും നമ്മള് അല്ലാത്ത ഒരു നേരത്തെ അരിയാഹാരം മാത്രം. ബാക്കിയെല്ലാം 2 നേരം ചിലപ്പോൾ ചപ്പാത്തി ആയിരിക്കും, ചിലപ്പോൾ ഒരു നേരം ഫുഡ് കാണത്തില്ല. ആ ഒരു രീതിയിലൊക്കെയാണ്. അങ്ങനെ കഠിനമായിട്ടുള്ള നമുക്ക് കവിളിന്റെ കട്ടി കുറയ്ക്കണം, ശരീരം മെയിൻറ്റെയിൻ ചെയ്യണം, അതൊക്കെയാണ്. ഈ കവളിന്റെ കട്ടി കുറക്കാണത്. ആ കട്ടി കുറയ്ക്കാൻ വേണ്ടി അരിയാഹാരം ഒരു നേരം ഒക്കെ ആക്കുന്നത്. ശൂലം കുത്തിക്കറ്റും അല്ലേ? അപ്പൊ വേദനയ്ക്കും വെറുതെ കേട്ടത്തില്ല, അനുഗ്രഹിച്ചിരിക്കുമ്പോൾ കയറിയില്ലേ? ഒരിക്കലും ഇല്ല. അപ്പൊ എന്തായാലും ആ മുരുകന്റെ പവറും ചൈതന്യം ഒക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം പിന്നെന്താ അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് കൂടുതൽ സമയം കളയണ്ട. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ആ സ്വാമിനെ നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് കാണിച്ചു കൊടുത്തേ. പിന്നെന്താ, സ്വാമി തൊട്ടാൽ ആരൊക്കെ വരും? ദേവി വരുമോ, മുരുകൻ വരുമോ എന്നൊക്കെ നമുക്ക് കള്ളാണോ എന്ന് ബാക്കിയുള്ളവർക്കും കൂടെ കാണിച്ചു കൊടുക്കണം. കള്ളമാണോ എന്നൊക്കെ അറിയാനുള്ള ഞാൻ വന്നത് ഇവിടെ. നമുക്ക് കാണിച്ചു കൊടുക്കണം, എല്ലാം കാണിച്ചു കൊടുക്കാം. എന്തേ കാണിച്ചു കൊടുക്കാം. ശരീരത്തിൽ വരുന്ന ആരൊക്കെയാണ്, എന്തൊക്കെയാണെന്നും എന്തൊക്കെ ശക്തികളുണ്ടെന്നും നമുക്ക് നല്ലപോലെ കാണിച്ചു തരാം. അങ്ങനെയുണ്ട്. ഫുൾ ഓൺ ഫുൾ പവറായിട്ട് എല്ലാ ടീമും ഉണ്ട്. ഇനി നമ്മൾ വിളിക്കാൻ പോകുന്നത് നമ്മുടെ സ്വാമിനെയാണ്. അപ്പൊ നമ്മുടെ പരിപാടി ഷെയർ ചെയ്യാൻ മറക്കരുത്. കാരണം ഒരു ചാനലും വിടാത്ത സംഭവമാണ് നിങ്ങൾക്ക് വേണ്ടി അനൂപ് ആക്ഷൻ ബ്ലോഗ്സിലൂടെ പുറത്തോട്ട് വിടുന്നത്. സ്വാമി എന്ന് വെച്ചാൽ നിസ്സാരാളൊന്നുമല്ല. ദേ കാണ് എന്റെ പൊന്നു മച്ചാമനെ. സ്വാമി ദേ അമ്പലത്തില് പൂജ ചെയ്തിരിക്കുന്ന ചെറിയ അമ്പലമാണ്. സ്വാമി ഏതാണ്ട് സ്വാമി ദേ വടിയൊക്കെ ഇട്ട് വരുന്നുണ്ട്. ഇതാണ് നമ്മൾ കാത്തിരുന്ന സ്വാമി. സ്വാമി നമസ്കാരം. സ്വാമി ഉണ്ടോ കേട്ടാ? ഇത് പൂച്ചക്കൂടി. സ്വാമിയല്ല, അമ്മയാണെന്ന്. കൊടുങ്ങല്ലൂരമ്മ വന്നേക്കണം. ആരാഴ്ച വന്നേക്കണം? ഇപ്പൊ കൊടുങ്ങല്ലൂരമ്മ വന്നേക്കണം അല്ലേ? സ്വാമിയുടെ ദേഹത്ത് കൊടുങ്ങല്ലൂരമ്മ ഇട്ടാ വന്നേക്കണം. അതാ മിണ്ടാഞ്ഞത്. വടിയൊക്കെ ഉണ്ട്, നോക്കാം നമുക്ക്. കടിക്കൂല. സ്വാമിയുടെ ദേഹത്ത് കൊടുങ്ങല്ലൂരമ്മയാണ് വന്നേക്കണം. ശിഷ്യന്മാരൊക്കെ ഇങ്ങനെ തൊഴുതേക്കണുണ്ടോ? എല്ലാവരും തൊഴുതേക്കാണ്. എന്താ നോക്കാം നമുക്ക്. ആരാണ്ടരും ചൂണ്ടിക്കാണിക്കണ്ട്. ചൂണ്ടുമ്മ വരും. ആരാണ്ടുണ്ട്. ആരാ? മുരുകൻ. ഇത് മുരുകനാണ് നിങ്ങളല്ലേ? സ്വാമിയുടെ കൊടുങ്ങല്ലമ്മയാണ് ഇത്. ഒന്നൊരു കരമ്പട്ടെ. ഇത് കൊടുങ്ങല്ലമ്മയാണ് ഇപ്പൊ വന്നേക്കണത്. കൊടുങ്ങല്ലമ്മ വന്നിട്ട് ഇപ്പൊ വടി കൊണ്ട് തൊട്ടപ്പോ അനുഗ്രഹിക്കുന്നതാണ്. അപ്പൊ മുരുകൻ കൊടുങ്ങല്ലമ്മയുടെ മക്കളല്ലേ ഇതെല്ലാം? ഇതെല്ലാം കൊടുങ്ങല്ലമ്മയുടെ മക്കളാണ്. കുറുമ്പക്കാവിലെ അമ്മയുടെ മക്കളും എല്ലാം. അപ്പൊ ഇത് ഇപ്പൊ മുരുകനാണ് വന്നേക്കണം. ഈ പടത്താരാവനെ നോക്കാം നമുക്ക്. ചിന്നയാള് എന്റെ പഞ്ഞ പറഞ്ഞോട്. ആരാന്ന് പറഞ്ഞോട്. ആരാ? പേര് പറ. മുരുകൻ. മറ്റേ ആള് മുരുകനാ. ഇത് മുരുകനാണോ? അടുത്ത ആള് സ്വാമി പവറാക്കി. എന്റെ പൊന്നു മറഞ്ഞു ഇതെന്ത് കാണും ഇവിടെ. എന്താ പേര്? ഇത് മുരുകനാണോ? പേര് പറ. ഇത് പേര് പറഞ്ഞോട്. പേര് പറ. പേര് പറ. ഉറക്കെ പറ. ഉറക്കെ.
കല്ലേരപ്പൂപ്പൻ വന്നേക്കണല്ലേ? അത് മുരുകൻ, ഇത് കല്ലേരിയപ്പൂപ്പൻ, ഇത് കല്ലേരപ്പൂപ്പൻ, ഇത് ബാലമുരുകനും ബാലഗണപതി. ഒരു പ്രായം അനുസരിച്ചുള്ളതാ. ഭൂതോ? ഇവിടെ ഇത് ഭൂതം ഉണ്ടോ? മഹാദേവന്റെ കാവൽക്കാരൻ. മഹാദേവന്റെ കാവൽക്കാരൻ ഭൂതമാണ്. ഭൂതം വന്നടാ. എല്ലാവരും നമ്മുടെ ഈ പരിപാടി ഷെയർ ചെയ്യണോട്ടാ. ഇത് കേരളത്തിലുള്ള ഒരു അത്ഭുതമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാമിയുടെ വണ്ടിയുടെ പവറും. ഭൂതം ഭൂതം പൊന്നു മക്കളെ, ഇതൊക്കെ നേരിട്ട് വന്ന് കാണണം. ഭൂതം ടീംസ് ഒക്കെ ഉണ്ട്. സ്വാമിയുടെ കാലയിൽ വേണ്ട ഒരു ടീം വരാൻ നോക്കാം. ഇതാരാ? എന്റെ പൊന്നെ. പേര് പറഞ്ഞോട്. പേര് 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 പറ. പല്ലക്ക പല്ലക്ക ഉറക്കെ പറ. ഭുവനേശ്വരിയാ? ഒന്ന് നേരെ നോക്കി. നേരെ പറ. ഭുവനേശ്വരി ദേവിയാണ് അല്ലേ? അമ്മ ദേവിയാണ്. പല്ലക്ക അടിക്കത് ദേഷ്യമാണോ? മറ്റേ പ്രശ്നമുണ്ടോ? രൗദ്രഭാവത്തിൽ നിൽക്കുകയല്ലയോ? ആ അതാ രൗദ്രഭാവമുള്ളേ. കൊടുക്കാം കൊടുക്കാം. ശാന്തമായി ശാന്തമായി ഇതെന്താ സംഭവം? ശാന്തയ്ക്ക് ദേഷ്യത്തിരിക്കോ, ആ കാര്യം ആലോചിച്ചിരിക്കോ. വേറെ ആരുമല്ലേ? ദേഷ്യം പറ, ദേഷ്യം പറ. ഇവിടെ വേറെ പ്രശ്നം ഉണ്ടായപ്പോ ദേവി അതിങ്ങനെ ആലോചിച്ചിട്ട് ശബ്ദം വേണ്ട. സീനാണ്. ഭുവനേശ്വരമ്മയാണ് വന്നേക്കണത്. കൊടുക്കാം, നമുക്ക് എല്ലാം കൊടുക്കാം. എല്ലാവരും നമ്മുടെ പരിപാടി ഷെയർ ചെയ്യണോട്ടോ. ഇത് കേരളത്തിൽ നടക്കുന്ന ഒരു അത്ഭുതം ആണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കട്ടോ. സ്വാമി വിളിച്ച് വരുത്താൻ വേണ്ടി പോണേ. എന്റെ അമ്മ ഭയങ്കര സീനാണുള്ളത്. ഓ ഇതാരാ വരാൻ പോണി, നോക്കാം നമുക്ക്. പേര് പറഞ്ഞേ. ഇതാരാ? പേര് പറ. പേര് പറ. പേര് പറ. അമ്മനമ്മ പറ. വള്ളിയമ്മ. നേരെ 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 ചെല്ലേ. ഭയങ്കര സംഭവം തന്നെ കേട്ടത്. രണ്ടുപേരും ഒരുപോലെ അനുഗ്രഹിക്കാം. രണ്ടുപേരും ഒരുപോലെ കാലേലുണ്ട് സ്വാമിയുടെ. പേര് പറ. പേര് പറ. പേര് പറ. പേര് പറ. നമ്മളായിട്ട് പറയണ്ടല്ലോ. ഹിഡുമ്പന്റെ പാതി. ഹിഡുമ്പന്റെ പാതി അല്ലേ? ഇതാരാ? ഹിഡുമ്പൻ. ഹിഡുമ്പനാണ്ടോ? പൊന്നോ, ഇതൊക്കെ നേരിട്ട് കാണാൻ പറ്റിയത് തന്നെ നമുക്ക് അത്ഭുതം. ഇതൊരു കച്ചവടമല്ല. ഇതൊരു കച്ചവടം അല്ലേ സ്വാമി? ഇതൊരു കച്ചവടമല്ല, ഇതിന് സത്യമാണ്. സത്യമാണ്. ഇവിടെ വേറെ കാര്യം കച്ചവടം അല്ല സ്വാമി. ഇവിടെ ആരെയും വിളിച്ചും പറ്റത്തുള്ള അതാണ്. ഇവിടെ ഞാൻ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കാം. ഇവര് നോയമ്പെടുത്തിട്ട് ഇത് 41 ദിവസത്തെ വ്രതമാണ്. വ്രതമാണ്. ഇത് കഠിന വ്രതമാണ്. കഠിന വ്രതം അല്ലെ? കഠിന വ്രതത്തിലാണ് അവരെല്ലാം. ഇതൊക്കെ എന്റെ അമ്മോ, പൊതുജനങ്ങൾ കാണാം. ഇതൊക്കെ പൊതുജനങ്ങളാണ്. ഇത് ഇടുമ്പൻ ഭവനെ ഇടുമ്പൻ. ഇത് ഇതാരാ? വള്ളിയമ്മ. ഇത് മുരുകനല്ലേ? ഇത് മുരുകൻ. ഇത് ഇത്തിരി കലിപ്പാണ്. ദേവിയാണ്ട. പിന്നെ ഇതേ ദേവിയാ? ദേവി ദേവി ഭുവനേശ്വരി അല്ലേ? ഇതാരാ ചേച്ചി ചോദിച്ചേ? തല്ലൂലല്ലേ നമ്മളെ? പാവം അല്ലല്ലേ? ഇതാരാ? പാമ്പാക്കാളിയാ? പാമ്പാക്കാളി. ഇത് 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 ഇതാരാ നോക്കിയേ ചേച്ചി? ഇത് മറ്റേ ഭൂതത്താൻ. ഇത് ഭൂതല്ലേ? ഭൂതത്താൻ അല്ലേ? പൊന്നു മോനെ, ഇത് ഫുള്ള് ഡേഞ്ചറാണ്. മാറിക്കാം. ഇവിടെ കണ്ട കംപ്ലീറ്റ് ആട്ടമാണ്. ഇവർ നൊയമ്പെടുത്തിട്ടാണ്, ഈ വ്രതമെടുത്തിട്ടാണ് ഇതൊക്കെ ഇവരുടെ ദേഹത്ത് തന്നെയാണെന്നാണ് ഇവർ പറയുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ സ്വാമി തന്നെ പറയോട്ടെ. ഇത് ഹിഡുമ്പനാണ്, അടിപ്പാട്ടേക്കൻ്റെ ഉള്ളു. വേറെ സ്വാമി കാലയിൽ വീണുണ്ടായിരുന്നു. നോക്കട്ടെ. എല്ലാവരും നമ്മുടെ പരിപാടി ഷെയർ ചെയ്യണം. ഒരു ചാനലുകാർ പോലും വിടാത്തൊരു സംഭവം. നമ്മളോടൊരു അടുപ്പം കാരണമുണ്ട്. 4 പേരും കൂടി ഒരുമിച്ച് വരാം. നമ്മളോട്ട് നോക്കിക്കോ. എന്തോ കൊല്ലും.
ചേച്ചിയുടെ അടുത്തൊന്നും പറയില്ലല്ലേ? അമ്മയാ അമ്മ അതേ ചേച്ചിയുടെ ദേഹത്ത് അമ്മയാ. എല്ലാവരും അമ്മയും. ഈ നിക്കണ എല്ലാവരുടെയും അമ്മയാണ് ചേച്ചി. ശിവനും പാർവതിയുമാണിത് അല്ലേ? പേര് പറ. മുരുകൻ, അടുത്ത ആള്. രാമൻ, അടുത്ത ആള്. ഗണപതി, അടുത്ത ആള്. മുരുകൻ രാമനാണ് കണ്ണൻ, കാണാൻ. അടുത്ത ആള്. കണ്ണൻ കൃഷ്ണനല്ലേ? ശ്രീകൃഷ്ണൻ. ഒരാളുണ്ട്. പറ. ഞാൻ പറഞ്ഞു. അടുത്ത ആളെ പറ. ഒരാളുണ്ട്. പറയാൻ പറ്റുള്ള പവർ കയറിട്ട് പറയാൻ പറ്റുള്ള ആരാന്ന് പറ. പവർ ആയിട്ട് കൊച്ചു കൊടുങ്ങല്ലോ അല്ലേ? സാമ്യം ചിരിക്കണ്ടല്ലോ. അമ്മയാ. ഇതിപ്പോ അമ്മയാണ്. അമ്മയുടെ ചെറുപ്രായമാണ് അമ്മയുടെ ഈ അമ്മയുടെ ചെറുപ്രായമാണ് കൊച്ചു കൊടുങ്ങള്ളൂർ. കൊച്ചു കൊടുങ്ങല്ലൂര്. കൊച്ചു കൊടുങ്ങല്ലൂർ ദേവി അല്ലേ? അപ്പൊ ഈ അമ്മയാണിത്. സ്വാമിയല്ല ഇപ്പൊ അമ്മയാണ് സ്വാമിയുടെ ദേഹത്ത്. സ്വാമിയുടെ കൊച്ചു കൊടുങ്ങല്ലൂർ, അതായത് ചെറിയ ഇതാണ്, ചെറിയ പ്രായമാണ് ഇപ്പൊ ഈ ചേട്ടന്റെ ദേഹത്ത് കൂടിയാക്കണം കേട്ടാ. ആരാ അതിവിടെ ദേവിയും കൂടും, അവിടെ കൂടും അല്ലേ? അപ്പൊ സ്വാമി ഇതിപ്പോ സ്വാമിയാണോ ദേവിയാണോ? അമ്മയാണോ? അപ്പൊ അമ്മയാണ് ചേച്ചി. അപ്പൊ ചേച്ചിനെ ചോദിക്കല്ല. ഇനിയിപ്പോ സ്വാമീനെ ഇന്ന് പഴയ പോലെ ആക്കണം. എന്ത് ചെയ്യും? തന്നെ മാറുമോ? പുള്ളി ദേഹത്ത് വേറെ നമ്മൾ പറഞ്ഞു തന്ന പുള്ളിയുടെ കാല് തൊട്ട് വന്നിട്ടുണ്ട്. ആരെ വരെ നോക്കാം. ഇതൊക്കെ നിങ്ങൾ നേരിട്ട് കാണാൻ പറ്റാത്തത് നിങ്ങൾക്കൊക്കെ നഷ്ടമാണ്. നിങ്ങളെ കാണിച്ചാൽ ഇത് പവറാണുള്ളത്. ഹനുമാൻ സ്വാമിയാന്ന് തോന്നുന്നു അല്ലേ? ഇത് ഹനുമാൻ സ്വാമിയാണ് അല്ലേ? ഹനുമാൻ സ്വാമി ഹിഡുമ്പൻ പിന്നെ ഇതായിട്ട് ഒച്ച ഉണ്ടായിക്കൊണ്ടിരിക്കണ ഇതൊക്കെ ഹിഡുമ്പന. അതാ ഹിഡുമ്പനല്ലേ? ഇത് ഹിഡുമ്പനുണ്ടോ? ഹിഡുമ്പൻ ഇതിൻ്റെ കൂട്ടുകാരൻ എന്താ? ഇവര് വ്രതമെടുത്തിട്ടാണ് ഇതെല്ലാം ചെയ്യണത്. നേരത്തെ പറഞ്ഞ ഒരു മാധ്യമ സുഹൃത്തുക്കൾ പോലും വിടാത്ത സംഭവമാണ് നമ്മൾ വിടുന്നത്. എല്ലാവരും നമ്മുടെ പരിപാടി ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഓരോ ഷെയറും വിലപ്പെട്ടതാണ്. ഇത് ഹനുമാൻ സ്വാമിയാണ് ദേഹത്ത് കൂടിയേക്കണം കേട്ടോ. സ്വാമി സ്വാമി ഇങ്ങനെ നിൽക്കുകയാണ്. അമ്മയുടെ രൂപമായിട്ട് തന്നെ സ്വാമി നിൽക്കുന്നത്. എല്ലാവരും ഇങ്ങനെ നിന്ന് തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ദേഹത്ത് ഇപ്പം പല ദൈവങ്ങളുമാണ് കൂടിയേക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ സംഭവിക്കുമെന്ന് തന്നെ ഓർത്ത് ഞെട്ടിക്കണം എല്ലാവരും. വേറെ ഒരാൾ സ്വാമിയുടെ കാല വീണുണ്ട്. ദേവിയാണ് ഇപ്പം കൂടിയേക്കണം. ദേവിയുടെ കാല വീണേക്കണം കേട്ടോ. ആരാന്ന് നോക്കാം നമുക്ക്. ഇതാരത്? മുത്തുമാരിയമ്മനാ? അത് തമിഴ്നാട് യമ്മ വന്നേക്കാ. മുത്തുമാരിയമ്മ തമിഴായിക്കോ സംസാരിക്കണം. മുത്തുമാരിയമ്മ നമസ്കാരം. തമിഴ്നാട് തമിഴ്നാട്ടിൽ നിന്ന് വന്നേക്കണം മുത്തുമാരിയമ്മനുണ്ട്. മുത്തുമാരിയമ്മൻ ദേവേനല്ലേ? ദേവി തന്നെയാണ്. ചോറിലൊക്കെ എടുത്തിട്ട് കയ്യിലുണ്ട. മുത്തുമാരിയമ്മനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഉണ്ട്. മുത്തുമാരിയമ്മൻ്റെ ചേച്ചി പിടിച്ചോട്ടെ. എന്താ പറയാ മുത്തുമാരിയമ്മൻ ഇത്തിരി പ്രശ്നമാണോ? മുത്തുമാരിയമ്മൻ്റെ ഇത്തിരി സീനാണ്. തമിഴ്നാട്ടിൽ വന്നേക്കൊണ്ടേ നീങ്ങിക്കാം. നമുക്ക് അടിക്കൊക്കെ അടിച്ച പണി പാടും. കാര്യങ്ങൾ തുള്ളിക്കൊണ്ടിരിക്കണ്ട.
ഹനുമാൻ സ്വാമി ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടാ വേറെ സംഭവം കാണിച്ചിട്ട് ഇവിടെ വേറെ പുള്ളിപ്പുണ്ട്. ഇത് ഹിഡുംബൻ ഭഗവാനാണ് നിൽക്കുന്നത്. എപ്പോഴും ഇങ്ങനെ കരിപ്പാട്ടൊക്കെ ഇതൊക്കെ ഇതാരാ ആരാ ആരാ എൻ്റെ പാതി. ഈ പാതി എന്ന് വെച്ചാൽ ഹിഡുംബൻ സ്വാമിയുടെ പാതി അല്ലേ? ഹിഡുംബൻ സ്വാമിയുടെ പാതി കണ്ടേക്കണത് നാക്ക് നീട്ടി കണ്ട പപ്പാതിയാണ് അല്ലേ? അപ്പോൾ ഇത് അമ്മയാണ് ഈ പോണത്. ഇവരുടെ എല്ലാവരും അമ്മയാണ് ഈ പോണത് ദേവി. അപ്പോൾ ഇവരെ എല്ലാവരും അടങ്ങി നിർത്തുന്നതും എല്ലാം അമ്മയാണ്. പിന്നെ ഇപ്പോൾ ഇവര് സാധാരണ ഇതിലാവൂലേ? അതെപ്പോഴാണ്? അതിപ്പം നിങ്ങളിത് കഴിയുമ്പം ഞങ്ങളത് മാറ്റും. സ്വാമിയെ മാറ്റും. മാറ്റും. അപ്പോൾ നമുക്ക് സ്വാമിയുടെ അടുത്ത് കുറച്ച് കാര്യം ചോദിക്കാണ്ട്. ചോദിച്ചോളൂ. പിന്നെ ദേവി ഇവിടുത്തെ മോക്കാരാണ് ദേവി വരുമെന്ന് പറഞ്ഞു. എൻ്റെ ഇത് ചേച്ചിയുടെ വരും കാടാമ്പുഴ അമ്മ വരുമോ? കാടാമ്പുഴ അമ്മ വരും. അതൊന്ന് കാണിക്കണം പ്രേക്ഷകരെ. ഹനുമാൻ സ്വാമി ചിരിക്കണം. അത് കാടാമ്പുഴ അമ്മ പ്രശ്നമുണ്ടാ? ഇല്ലില്ല. ആ സൈലന്റ് ആണ്. അപ്പോൾ കുഴപ്പമില്ല. മറ്റേ ഹിഡുംബനൊക്കെ 6 നാഴിക എന്ന് പറയുമ്പോ വണ്ട് മാറി കാടാമ്പുഴ പറയണോ? മാറിക്കോട്ടെ മാറിയെന്നോ? അതേ വണ്ട് വന്യ മോനെ കാടാമ്പുഴ അമ്മ. ഇത് ഭയങ്കര അത്ഭുതം തന്നെ ഇട്ടത്. അത്ഭുതമല്ല, ഇവരുടെ നോയമ്പൊക്കെ എടുത്ത് ഇവരിങ്ങനെ സെറ്റാക്കിക്കണേ. ഇവരുടെ കുടുംബമൊക്കെ ആയിട്ട് നോയമ്പെടുത്ത് വ്രതം എടുക്കുമ്പോഴേ ഇതൊക്കെ വരുള്ളൂ. ഇത് കാടാമ്പുഴ അമ്മ. ഇതേ അമ്മ വന്നിട്ടോ അമ്മേനെ തൊഴണേ. അമ്മ വന്നപ്പോഴേ അമ്മേനെ തൊഴണ സീനാണ് ഈ കാണുന്നത്. ഇടുമ്പനാള് ഭയങ്കര ഇപ്പോഴും അല്ലേ? ഇടുമ്പൻ ഇങ്ങനെ വല്ലൊക്കെ കാണിച്ചു. ദേവി നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? സ്വാമിനെ കാണാൻ വേണ്ടി വന്നു. അതെ, ഇത് ഭയങ്കര അത്ഭുതമായി അല്ലേ? ഞങ്ങൾ കുറുമ്പക്കാവിൽ അമ്മയും മക്കളും. കുറുമ്പക്കാവിൽ അമ്മയും മക്കളും അല്ലേ എല്ലാരും? അപ്പൊ ഇപ്പൊ ഈ സ്വാമിയുടെ ദേഹത്ത് കുടുംബ അമ്മ ഉണ്ടാവും. മഹാദേവനാണ് ശിവൻ. മഹാദേവൻ സ്വാമിയുടെ ദേഹത്തുള്ള. എന്തായാലും നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ച് വളരെ സന്തോഷം. ചൂടിലൊക്കെ വളച്ചിട്ട പുള്ളി മഹാദേവനാണ് നിൽക്കണത് അല്ലേ? ഇത് തമിഴ്നാട് ആരെ? മുത്തുമാരിയമ്മയാണ് നിൽക്കുന്നത്. തമിഴ്നാട് മുത്തുമാരിയമ്മ. കംപ്ലീറ്റ് തമിഴാണ്. സ്വാമി ഇപ്പൊ ശിവനാണ്. അപ്പൊ നമുക്കൊന്ന് ഇരിക്കാം ഇവിടെ പ്രേക്ഷകരോട് സംസാരിക്കാൻ വേണ്ടി. ഇതെല്ലാം മാറ്റിയിട്ട് പോരെ? ഇതെല്ലാം മാറ്റിട്ട് മതി. ശിവൻ മാറ്റിക്കോ. ചൂടെടുത്തിട്ടുണ്ട്, മാറ്റാൻ വേണ്ടി പോണേണ്ട. അയ്യോ അമ്മോ, എല്ലാവരും ഒച്ചപ്പാടാ. എല്ലാം മാറ്റാൻ വേണ്ടി പോവുകയാണ് സ്വാമി. ഓരോരുത്തരോരുത്തർ വന്നുകൊണ്ടിരിക്കാൻ. ഇനി വന്ന പോലെ തന്നെ പോകൂലേ? ഇതൊക്കെ നമുക്ക് കാണാൻ സാധിച്ച വളരെയധികം സന്തോഷമുണ്ട്. ഇതൊക്കെ എൻ്റെ അമ്മോ, ഇതൊക്കെ കാണേണ്ട കാഴ്ചയാണ്. സ്വാമി മാറ്റുന്ന സീനാണ്. അതാ ഓ, ഇതിപ്പോ സാധാരണ നോർമലല്ലേ? എല്ലാരും പിടിച്ച് വേണം മാറ്റാൻ. എൻ്റെ മുന്നോ എന്താണ്? ഓ, ഇറുക്കി പിടിച്ചാ മീന, ഇറുക്കി പിടിച്ചട്ടാ. സ്വാമിനെ ഇറുക്കി പിടിച്ചൊക്കെയാണ്. ഇത് പോകുമ്പോ ഇതുണ്ടാവൂലേ? ബുദ്ധിമുട്ടുണ്ടാവൂലേ? ഓ, ഭയങ്കര സീനാണുള്ളത്. സ്വാമിനെ മറിച്ചിടണം ഇപ്പൊ. അമ്മോ, അതൊക്കെ വേട്ടൊരു കാഴ്ച നമ്മുടെ ചാനലിലൂടെ അങ്ങോട്ട് വിടണത് പുറത്തോട്ട്.
ആര് കാണിക്കാം തടി വീഴാൻ പാടില്ല, തടി വീഴാൻ പാടില്ല. ഭയങ്കര പവർ. ഇത് മറ്റേ ഭൂതം. ഇത് ഡേഞ്ചർ ആയിക്കോട്ടെ. ഇത് ഭയങ്കര ഇതായിരിക്കും, പോകാൻ നേരത്ത് ഭയങ്കര ഇതായിക്കോട്ടെ. ഇത് ഭൂതമാണ്, ഭൂതത്തനാണ്. ഉണ്ടാക്കണ നമ്പറല്ലേ ഇത്. ഭൂതം പോയപ്പോ മറ്റേ പുള്ളി ഒക്കെ ഭൂതമാണ്, ഭൂതത്താൻ. ഭൂതത്താൻ ഹിഡുമ്പത്തില്ല അവിടെ. ഹിഡുമ്പനൊക്കെ അവിടെയൊക്കെ വീണില്ലേ? ഓ ഓ അവിടെ വീണട്ടാ, അവിടെയും വീണ് എല്ലാവരും സീനാണ് ഇവിടെ. വണ്ട് 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 അടുത്തോട്ടേ കൊണ്ട്. ഇത് ഇടുമ്പന്റെ പാതി അല്ലേ? ഓ അയ്യോ, രണ്ട് ടീമാണ് ഇത്. രണ്ട് ടീമാണ്. ഒറ്റ ശരീരത്തിലുള്ള രണ്ട് ആൾക്കാരാണ്. ഇടുമ്പൻ പൊന്നെ. ഇത് അനുമാനുമാനുമ ഹനുമാൻ പോകുമ്പോഴല്ലേ ഇങ്ങനെ തൊഴുതിട്ടോളൂ. ഹനുമാൻ പോണ പോക്കോ കിടപ്പോ അവരുടെ. ഓ ശക്തി ശക്തി. ഇത് ഇതാരാ? ഇതാരാ? പപ്പാതി അല്ലേ? ഇത് രണ്ടും പപ്പാതി. രാമനാണോ? അനിയൻ ചേട്ടനോ? ഇതൊക്കെ പോകുമ്പോൾ ഭയങ്കര പവറിൽ പോകണം ഇവർ പോകുമ്പോഴേ. ചേട്ടനോ അനിയന്മാരാ. അല്ലാ അയ്യോ, ഒരാളല്ലേ? എത്ര പേരുണ്ട്? 6 പേരാ? 6 പേരാണോ? ഇത് പുള്ളിയുടെ പേരത്ത് 6 പേരാണ്ടാ. ഒരാളല്ല, 6 പേരാണ്. ഇത് മുറുക്കി പിടിച്ചോളാം. ചാടോ? സ്വാമി ചങ്കൻ അങ്ങനെ ഒറ്റപ്പെടുത്ത പിടിച്ചു. ഇത് തമിഴ്നാടല്ലേ? ഇത് തമിഴ്നാട്ടിലെ ദേവിയാണ്ടാ. ഭയങ്കര പവറ. തമിഴ്നാട് ദേവി പവറ. എൻ്റെ പൊന്ന്. സ്വാമി ഇങ്ങനെ പിടിച്ചേക്കാണ്. കൂമ്പനങ്ങ് പിടിക്കുമ്പോൾ എല്ലാം മാറും. അതാണ് കളി. ഇത് തമിഴ്നാട്ടിലോട്ട് പോകും അല്ല? ഇപ്പം ഇനി പോകണം തമിഴ്നാട്ടിലോണോ? എവിടെ ഉണ്ടാവുമല്ലേ? അല്ല ശരിക്കും തമിഴ്നാട്ടിൽ ഇരിക്കണല്ലേ ദേവി? അപ്പം ഇത് കഴിഞ്ഞ് കുറച്ച് കണ്ട് പോകുള്ളൂ. ഇവിടെ ദേവി വന്നേക്കാണ്. ഇപ്പം ഇത് കഴിഞ്ഞ് നേരെ തമിഴ്നാട്ടിലോട്ട് പോകും.
ഇതെല്ലാം കഴിഞ്ഞ് ദേവി ചായയൊക്കെ ഇവിടെ പരിപാടിയൊക്കെ ഉണ്ട്. ഇവിടെ നമ്മുടെ ശൂലം പരിപാടിയൊക്കെ ഉണ്ട് അല്ലേ? ഇതെല്ലാം കഴിഞ്ഞ് പോവും, തമിഴ്നാട്ടോട്ട് പോവും. 6 പേരാ? അതാ ഇത്ര ഇത് 6 പേരാ. പൊന്നെ ഭയങ്കര ശക്തിയാമോ നോക്കട്ടെ. കണ്ട നോക്കട്ടെ നീട്ടി ഭയങ്കര പവറ. ഒറ്റ പിടുത്തം പിടിച്ചിട്ടുണ്ട് സ്വാമി തലയിൽ. ഓക്കെ ഇതിപ്പോ ദേവി ദേഹത്തൂടെ ഉണ്ട് പറഞ്ഞു സ്വാമി. ഓയ്യോ പാർവതിയാണത്. എന്താ പിടിച്ചോട്ടാ. കലി തുള്ളിക്കണല്ല. എന്താ കലി തുള്ളിക്കണ നോക്കി മുഖം നോക്കി. എൻ്റെ അമ്മ ആരാ? അത് പരിഹാരം ഉണ്ടാവും, അതിന് പരിഹാരം ഉണ്ടാവും. വിട്ടാരാ കലി തുള്ളിക്കണ്ട പാമ്പോ ഭദ്രാളി. എൻ്റെ പൊന്നെ ഇവിടെ ഇത് നമുക്ക് ഇതൊരു കച്ചവടത്തിന് വേണ്ടിയല്ല, ഇത് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ്. ഇത് നമ്മള് ഹിന്ദുമതത്തിന് പറഞ്ഞിട്ടുള്ളതാണ്. ഇതെല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇത് 41 ദിവസം വ്രതമെടുത്താൽ മതി. വ്രതമെടുത്ത് നമുക്ക് ആരെയാണ് വിശ്വാസം, ആ വിശ്വാസത്തിൽ നിന്നാൽ നമുക്ക് ഈ ചൈതന്യങ്ങളെല്ലാം കിട്ടും. അല്ലേ കിട്ടൂല. നമ്മളെല്ലാവരും അമ്പലത്തിൽ പോകുന്നുണ്ട്, ദേവീ ദേവന്മാരെ എല്ലാം നമ്മൾ കൈയെടുത്ത് തൊഴുന്നുണ്ട്. നമുക്ക് ഇത് കിട്ടാൻ എന്താ കാര്യം? നമ്മുടെ മനസ്സും നന്നായിരുന്നാൽ നമുക്കെല്ലാം ആവും. എല്ലാവരും നമ്മളിലുണ്ടാവും. ഇത് എനിക്കിത് കിട്ടിയത് ഇവിടെ വന്ന് കിട്ടിയതാണ്. ഇതെനിക്ക് സ്വയം കിട്ടിയതാണ്. ഇത് ഞാനായിട്ട് വിളിച്ചു കൊണ്ടുവന്നതാണ്. എനിക്ക് ഈ ഗുരുദസ്ഥാനം 2 കൊല്ലമായുള്ളൂ എനിക്ക് കിട്ടിയിട്ട്. 2 വർഷമായുള്ളൂ. ഞാൻ വേറൊരാളുടെ കീഴിലായിരുന്നു. എനിക്ക് വേലി തറച്ചോട്ടിരുന്നത് വഴി ഞാനത് അവരെ കൂടെ നിന്നതാ. എന്തോ ഒരു കാര്യത്തിൽ ഞങ്ങൾ മാറി. ഇത് നമുക്ക് കച്ചവടത്തിന് വേണ്ടിയുമല്ല, നമുക്ക് ഭഗവാനിലേക്ക് ഒരു വേലെടുക്കണം എന്നൊന്ന് ആഗ്രഹം തോന്നി. നമ്മളതെടുത്തു. അഗ്നിക്കാവടി ആടി തുടങ്ങുന്നു, അഗ്നിക്കാവടി നടക്കുന്നു, അഗ്നിക്കാവടിക്കകത്ത് ഞങ്ങൾ ആടുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കാഴ്ചക്കാർക്ക് ഇത് വിശ്വാസമില്ല, അവർക്കിത് വിശ്വാസക്കേടാണ്. ഇപ്പം നിങ്ങൾ നേരിൽ കണ്ടില്ലയോ ഈ കാര്യങ്ങളെല്ലാം? ഇത് വിശ്വാസക്കേടാണോ? ഇത് വെറുതെയാണോ? ഇത് വെറുതെയല്ല. ഞാൻ വല്ലതും ചെയ്തോ അവർക്ക്? ഞാനിവിടെ നിന്നൊരു ചൂരലെടുത്ത് വെച്ചു, അത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ഇത് വ്രതമാണ്. ഇത് 41 ദിവസത്തെ വ്രതമാണ്. അതായത് വ്രതം എടുക്കുന്നതിന് 3 ദിവസം മുമ്പേ അവർ കുളത്തിൽ ഭഗവാന്റെ അരികെ പോയി കുളിക്കും. അതായത് കൈലാസനാഥന്റെ അരികെ പോയി കുളിച്ചതിന് ശേഷമാണ് ഈ കാപ്പ് ധരിക്കുന്നത്. അവർ അനുഗ്രഹിച്ചതിന് ശേഷമേ ഈ കാപ്പ് കിട്ടൂ. അതിനു മുമ്പ് ഒരു ചരട് മാത്രമേ കിട്ടൂ. അനുഗ്രഹത്തിൽ അവർക്ക് ചോദിക്കും. മീൻ കൂട്ടുന്നില്ല, 2 വർഷമായിട്ട് മീൻ കൂട്ടാതെ ഇപ്പൊ ഈ ഒരു കാര്യത്തിലായിട്ട് നിൽക്കുകയാണ് ഈ നിൽക്കുന്ന കക്ഷി. അതായത് എൻ്റെ ഭർത്താവ് 2 വർഷമായിട്ട് മീൻ കൂട്ടുന്നില്ല, ഇങ്ങനെയുള്ള കാര്യമായിട്ട് നിൽക്കുക. പക്ഷെ ഇപ്പൊ ഈ കൊച്ചുങ്ങൾ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള വ്രതം, ഈ വേലൂത്തിൻ്റെയും കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കും. ഇത് എല്ലാവരും പറയും ഇതൊരു കച്ചവടമാണ്. പക്ഷെ ഇത് കച്ചവടത്തിനല്ല. നല്ലൊരു തട്ടത്തിൽ പൈസ ഇട്ടിട്ടുണ്ടോ? ഈ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ? നിങ്ങൾ നോക്കിക്കോ. നമുക്കിത് കച്ചവടത്തിന് വേണ്ടിയല്ല. നമ്മളിൽ കിട്ടിയ കാര്യങ്ങൾ അബദ്ധങ്ങൾ കൂടെ കൊടുക്കുന്നു. അവരുടെ കുടുംബത്തിന് ഐശ്വര്യം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് അവർക്കൂടെ പകർന്നു കൊടുക്കുന്നു. അത് അവർ ഈ 41 ദിവസം വ്രതം എടുത്ത് ഈ പാൽക്കുടവും എടുത്ത് ഈ വേലും കുത്തി അവരെ വീട്ടിൽ ഈ ചൈതന്യം കൊണ്ടെത്തിച്ചാൽ അവർക്ക് ഒരുപാട്, ആ കുടുംബത്തിന് ഒരുപാട് ഐശ്വര്യങ്ങളുണ്ടാവും. അതിനു വേണ്ടിയാണ് അവർ നിൽക്കുന്നത്. അവരുടെ ഓരോ കുടുംബത്തിനും പല പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളെല്ലാം അവർക്ക് നന്മ കിട്ടാൻ വേണ്ടിയാണ് ചെയ്തു കൊടുക്കുന്നത്. അവരുടെ നന്മയ്ക്കാണിത്, അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയല്ല.
അവർ ചോദിച്ചോളൂ നിങ്ങൾ ഓ ഇത് ആരാ ഇത് ഭൂതത്തായത്തിന് പ്രശ്നമല്ല. മഹാദേവന്റെ കാവല. മഹാദേവന്റെ കാവൽക്കാരൻ ഇത്തിരി സ്ട്രോങ്ങാ, ഇത്തിരി അല്ല നല്ല സ്ട്രോങ്ങാ, പോവാൻ പണിയാ. കണ്ടാ സ്വാമി കുറെ പണിയാ, മസിലൊക്കെ പൊങ്ങി പിടിച്ചിട്ട് കണ്ടാ ഇങ്ങനത്തെ അവസ്ഥ. കൊച്ചിനടുത്ത് ചോദിച്ചാൽ ഞങ്ങൾ ആരെങ്കിലും കയ്യിൽ നിന്ന് 10 പൈസ മേടിച്ചിട്ടുണ്ടോന്നോ ഈ തട്ടത്തിൽ കൊത്തിര അടിയോ ചെയ്തിട്ടുണ്ടോന്ന് നിങ്ങൾ കുഞ്ഞുങ്ങളടുത്ത് ചോദിച്ചു. അപ്പൊ എന്തായാലും നമുക്ക് സ്വാമിയോട് കുറച്ച് കാര്യം ചോദിക്കാം. ഇതെങ്ങനെയാണ് ഈ അത്ഭുതങ്ങൾ, ഈ സംഭവങ്ങളൊക്കെ സ്വാമി കാണിക്കുന്നതും എല്ലാം നമുക്ക് സ്വാമിയോട് ചോദിക്കട്ടെ. സ്വാമിയും സ്വാമിയുടെ ശിഷ്യന്മാരും ദേവിയും എല്ലാവരും ഉണ്ട്. കണ്ട ഹനുമാൻ സ്വാമി ചിരിച്ചോണ്ടിരിക്കുന്നു. ഞാൻ വേറെ കേസ് വെക്കട്ടെ. ഈ ഹനുമാൻ സ്വാമി ദേഹത്ത് കൂടുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്ത് കൂടുന്നുണ്ട് എന്ന് മനസ്സിലാവും. ഞാൻ ഈ ഹനുമാൻ സ്വാമിയെ താങ്ങുന്നതെന്ന് അറിയുന്നത് ഇദ്ദേഹം പറയുമ്പോഴാണ്. ആര്? സ്വാമി പറയുമ്പോഴാണ്. ഞാൻ ഇവിടെ വന്ന മുതൽ എൻ്റെ ഒരു ആഗ്രഹം ഹനുമാൻ സ്വാമിയെ താങ്ങണമെന്ന്. പക്ഷെ എനിക്കിത് കഴിഞ്ഞില്ല. എന്നുവെച്ചാൽ ആളെന്ന് വെച്ചാൽ വലിയ മലയാണ്, അതങ്ങനെ ആരെയും കൊണ്ടൊന്നും താങ്ങാൻ കഴിയത്തില്ല. അങ്ങനെ 2 വട്ടം കയറിയ സമയത്ത് 2 വട്ടം വീണായിരുന്നു. ശരീരത്ത് താങ്ങാൻ പറ്റാതെ അങ്ങനെ വീഴും. അങ്ങനെ പിന്നെ സ്വാമി അത് കുറച്ചെന്ന് പിന്നെ എന്തോ ഒരു അത്ഭുതത്തിൽ കയറിയത് അത്. അത് മാത്രമല്ല, ഈ നിങ്ങൾ നേരത്തെ വെച്ചപ്പോഴേ പറഞ്ഞ പച്ചരിച്ചോറാണ് കഴിക്കണെന്ന് പറയുന്നത്. ഭയങ്കര ഒരു നേരത്തേക്ക് ഉച്ചയ്ക്ക് ഞങ്ങൾ പച്ചരിച്ചോറ അങ്ങനെയൊക്കെയാണല്ലോ നോയമ്പ് എടുക്കണത്. പച്ചക്കറി. പിന്നെ സ്വാമി വേറെ കഥ പറഞ്ഞല്ല, ഈ പച്ചക്ക കൂട്ടൂല. പച്ചക്ക അത് ഏത്തക്ക അത് നമുക്ക് കൂട്ടാൻ പാടില്ല. അത് നമുക്ക് കൂട്ടാൻ പാടില്ല. ഏത്തക്ക, ഉള്ളിവട ഇതൊന്നും നമുക്ക് കഴിക്കാൻ പാടില്ല. ഏത്തക്ക ഉള്ളി അതൊന്നും കഴിക്കാൻ പാടില്ല. അതിന്റെ പറ്റി ഒന്നും പറഞ്ഞത്. ഉള്ളിയും പിന്നെ ഏത്തപ്പഴം മറ്റെന്താന്ന് പറഞ്ഞത്, അത് രണ്ടും നമുക്ക് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നോയമ്പെടുക്കുമ്പോൾ, അതായത് 41 ദിവസത്തെ വ്രതം എടുക്കുമ്പോൾ നമുക്കത് കഴിക്കാൻ പാടില്ല. അതൊരു ജഡമാണ്. അതൊരു ജഡമാണ്. അങ്ങനെ കഴിക്കാൻ നമുക്ക് ഭക്ഷിക്കാൻ. ശബരിമല നോയമ്പ് സമയത്ത് കഴിക്കാമോ? ഇല്ല, നേരെ നോയമ്പെടുത്താലും നമുക്ക് കഴിക്കാൻ പാടില്ല. കഴിക്കാൻ പാടില്ല. അറിയുന്നവരെ കഴിക്കില്ല, അറിയാത്തവരത് കഴിക്കും. ഈ ശരീരത്ത് ദേവി വരുമ്പോഴേ എന്തെങ്കിലും തോന്നാറുണ്ടോ? കാലിന്ന് പെരുപ്പ് തുടങ്ങൂലേ? ശിരസിൽ വരും. അത് നമ്മുടെ ശരീരത്ത് വൈബ്രേഷൻ പോലെ വരും അല്ലേ? അത് കഴിയുമ്പോ അല്ല, ഇത് ദേവി വന്നു കഴിയുമ്പോഴേ ശരീരത്ത് ദേവി വന്നിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുമോ? പറ്റും. എപ്പോഴും ചേച്ചിയുടെ ശരീരത്ത് ദേവി കൂടിയിട്ട് ആ സംഭവം ആരെങ്കിലും ക്യാമറയുടെ അടുത്ത് കാണിച്ചിട്ടുണ്ടോ? മൊബൈലെടുത്ത് കാണിച്ചിട്ടില്ല. ഇപ്പൊ നമ്മുടെ പരിപാടിയിലൂടെ കാണാം അല്ലേ? ഭയങ്കര സീനായിരുന്നത് അല്ലടാ. ഇത് മുരുകനും ടീമും എല്ലാരും ഉണ്ട് കേട്ടാ. ഇതല്ല മറ്റേ ഭൂതത്താൻ. ഭൂതത്താൻ എന്റെ പൊന്നോ, ഭൂതത്താനെ ഹിഡുമ്പനാണെങ്കിൽ ഉണ്ടല്ലോ വേറെ സംഭവം ഉണ്ട്. ഹിഡുമ്പൻ കലി തുള്ളിട്ടേ അതായത് ഇടുമ്പസ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ വേലായുധ സ്വാമിയെ ഇരുമ്പ് വേല് കൊടുത്തിരുത്തിയേക്കുന്നതാണ്. അതാണ് ഇടുമ്പൻ. അത് ഭഗവാന്റെ കാവലായിട്ട് നിൽക്കുന്ന ആളാണ്. ഭഗവാന്റെ കാവൽക്കാരൻ ഇടുമ്പസ്വാമിയാണ് നിൽക്കുന്നത്. അത് ഇടുമ്പനാണ്. ഇടുമ്പന്റെ കയ്യിൽ ഇരുമ്പ് വേലാണ് ഇരിക്കുന്നത്. ഇരുമ്പ് വേലാണ്. അത് അറിയാവുന്നവർക്കേ അതറിയത്തുള്ളൂ. പക്ഷെ അറിയാവുന്നവർക്ക് സുഹൃത്താണ്. ഏറ്റവും ഉറ്റ ചങ്ങാതിയാണത്. ഉറ്റ തോടനും കൂടാണ്. എല്ലാവരുടെയും പിന്നെ അച്ഛനും അമ്മയുമാണ് നിൽക്കുന്നത്. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ച് ചെയ്യിക്കണോ ഏതാ ഈ സംഭവമൊക്കെ? ഒരിക്കലും അല്ല. ഞങ്ങൾക്ക് കിട്ടുന്ന ഓരോ അനുഗ്രഹങ്ങളാ. ഞങ്ങളുടെ ദേഹത്ത് ഇരിക്കുന്ന ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളായി കയറുന്നത് അല്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സന്തോഷമാണ് അല്ലേ? അപ്പൊ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് ദേവിക്ക് പറയാനുള്ള ദുഃഖമുണ്ട്? ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഒരു വ്യക്തിനെ, ഞങ്ങളുടെ ഒരു അനിയത്തിനെ നല്ല ക്രൂരമായ ഒരാള് ഇത്രയും ഒരു അടി അടിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നും വെച്ചാൽ ഒന്നും ഒരു നീതിയില്ല. പുറത്തുള്ള ഒരാൾ അടിച്ചിട്ട് ഒരു നീതിയും കിട്ടുന്നില്ല. പോലീസിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നില്ല. അങ്ങനെ പുറത്തുനിന്നുള്ള ആരെങ്കിലും, പുറത്തുള്ള ജനങ്ങൾ പറയുന്നത് ഇവിടെ നടക്കുന്നത് നാടകമാണ്. ഈ കാണിക്കുന്ന എല്ലാ നാടകമാണ്. ഇവിടെ കഞ്ചാവ് കൊടുക്കുന്ന പറഞ്ഞേക്കുന്നത്. കഞ്ചാവ് കലക്കിയ ഇവിടെ എല്ലാം കൊടുക്കുന്നതെന്ന്. ചേച്ചി കിട്ടിയാണല്ലോ കയ്യിലല്ലേ? മറ്റേ ഇതില്ലല്ലേ? പാൽക്കാവടി. അപ്പൊ എന്താണ് നമ്മുടെ പ്രേക്ഷകരൊക്കെ സ്വാമിക്ക് പറയാനുള്ളത്? അവരോടും നമ്മൾ പറയുന്ന ഇതേ ഉള്ളു. നമ്മുടെ കാണുന്ന പ്രേക്ഷകർ നമ്മളെ ഈ ചൈതന്യത്തിനെ കണ്ടവർക്ക് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ നമ്മൾ എന്താണ് ഞാൻ ചെയ്തതെന്ന്. അവർക്ക് മനസ്സിലാക്കാം ഇത് ചൈതന്യം തന്നെയാണോ അതോ കഞ്ചാവ് കൊടുത്താണോ വിദ്യങ്ങൾക്ക് ഈ ഒരു ചൈതന്യം വരുത്തി കൊടുത്തതെന്ന് അവർക്കറിയാം. ഞാൻ വെച്ചത് ഒരു ചൂരൽ മാത്രം. ആ ചൂരൽ മാത്രമേ ഞാൻ ആ കുഞ്ഞുങ്ങളുടെ എല്ലാ ശരീരത്തിൽ വെച്ചുള്ളൂ. ആ ചൂരൽ വെച്ചതുണ്ട്, ചൂരൽ വെക്കാതെ അനുഗ്രഹിച്ചവരുണ്ട്, ഞാൻ കൈ വെച്ച് അനുഗ്രഹിപ്പിച്ചവരുണ്ട്, ഞാൻ നോക്കി അനുഗ്രഹിച്ചവരുണ്ട്.
ഇതെല്ലാം എന്നിൽ വന്ന ആ ഒരു ചൈതന്യത്തിന്റെ ഒരു വരവ് അവർക്ക് അവർ കൊടുത്തന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ വേറെ ഒന്നും ഞാൻ അവരവൻ ഒന്നും ചെയ്തിട്ടുമില്ല. ഇത് ഈ കൈ കെട്ടിക്കണ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ മറ്റേ പാൽക്കാവടി ഇത് കഴിയുമ്പോൾ അഴിക്കോ? ഇതെല്ലാം വേലെടുപ്പ് കഴിയുമ്പോൾ നമ്മള് പെണ്ണുങ്ങൾ മാത്രമേ ശൂലം കുത്തല്ലേ? പൊടി ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ അഴിച്ചിരിക്കും. അതായത് 41 ദിവസം വ്രതമാണ്. 10ന്റെ അന്നാണ് നമ്മൾ വേലെടുക്കുന്നത്. ആ വേലെടുപ്പ് കഴിഞ്ഞ് ഭഗവാൻ കൊടിപ്പുറത്ത് നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ആ ഈ ചരട് നമ്മൾ ഇറക്കും. അന്നേരമാണ് നമ്മുടെ വ്രതം പൂർണ്ണമാവും. മച്ചാമാരെ എങ്ങനെയുണ്ട് നമ്മുടെ സ്വാമിയും പിന്നെ നമ്മുടെ ദേവിയും ഹനുമാൻ സ്വാമിയും എല്ലാ ടീമും ഉണ്ട്. അപ്പൊ സ്വാമി പറഞ്ഞ പോലെ ഇത് വിശ്വസിക്കുന്നവർക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ എന്നാണ് സ്വാമി പറഞ്ഞത്. ആരെയും നിർബന്ധിക്കുന്നില്ല. ഇതൊക്കെ ഒരു വിശ്വാസമാണ് എല്ലാവരുടെയും. അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനകളും എന്നും കൂടെ ഉണ്ടാവണമെന്നാണ് സ്വാമി പറഞ്ഞത് അല്ലെ? എല്ലാവരും പ്രാർത്ഥിക്കുക, ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക അല്ലെ? അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ചിലവര് പറയാം അന്ധവിശ്വാസം. അവർക്ക് എന്താ പറയാനുള്ളത്? അവരെ പറയട്ടെ, അവർക്ക് വിശ്വാസക്കുറവാണ്. ആ വിശ്വാസക്കുറവിന്റെ കൊണ്ടാണ് അവർ അന്ധവിശ്വാസം എന്ന് പറയുന്നത്. അല്ല, ഇന്നത്തെ കാലത്തൊക്കെ ഉണ്ടാന്നൊക്കെ ചോദിക്കും. ഇത് അത് പറഞ്ഞു കഴിഞ്ഞു, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇതൊരു നാടകീയമാണെന്നാ പറഞ്ഞത്. ഇതെല്ലാം നാടകമാണെന്നാ പറഞ്ഞത്. പക്ഷെ അത് നാടകം എന്താണെന്ന് അവരെന്ന് കണ്ടുപഠിക്കട്ടെ, അവരെന്ന് കണ്ടറിയട്ടെ. അത് ഭഗവാൻ എന്താണെന്നുള്ളത് ഭഗവാന്റെ മണ്ണിൽ ചെന്നിട്ട് കണ്ടോട്ടെ. ഞങ്ങളുടെ ശരീരത്തിൽ കയറി കാണിക്കട്ടെ. അത് ഭഗവാനായിട്ട് ഒരു സമയത്ത് കാണിച്ചു കൊടുക്കും. അത് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അത് മനസ്സിലാവും ഭഗവാൻ ഇങ്ങനാണെന്ന് മനസ്സിലാവും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഇരിക്കുന്ന എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടോ അഥവാ തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടോ, തെറ്റുകുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരോട് ഞങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും അവരോട് മാപ്പ് ചോദിച്ചും കൊണ്ട് എന്തെങ്കിലും തെറ്റായ വാക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അത് ഭഗവാന്റെ നാമത്തിലായിരിക്കണം. എല്ലാവരും അമ്മയുടെ നാമത്തിലായിരിക്കണം. ഇത് കുറുമ്പക്കാവിലെ അമ്മയും മക്കളുമാണ്. അതുപോലാണ് ഞങ്ങൾ കൊണ്ട് നടക്കുന്നത്. അത്രയും വിശ്വാസമാണ് ഞങ്ങൾക്ക്. ആ വിശ്വാസമാണ് ഈ കണ്ട കാഴ്ച, ഈ കാണുന്നത്. ഞാനല്ലാതെ അവരെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ആ കാര്യം പറഞ്ഞ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്തിയാണ്. ഞാൻ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. അനൂപ് ആക്ഷൻ ബ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ പരിപാടി ആണെങ്കിൽ സ്വാമിയുടെയും പിള്ളേരെയും കൂടെ അങ്ങോട്ട് പറപ്പിച്ചേക്കണം. ദേവിയൊക്കെ നിൽക്കുന്നത് ഇപ്പം ഫുൾ ഓൺ ഫുൾ പവറിലാണ്, വേറെ മൂഡാണ്. അപ്പൊ എന്തായാലും ഇത് സ്വാമിയുടെ വിശ്വാസമാണ്. സ്വാമിയുടെ വിശ്വാസവും പിന്നെ പിള്ളേരുടെ വിശ്വാസവും ഒക്കെ ആയിട്ട് അങ്ങനെ പോയിക്കോട്ടെ. എന്നാലും ദേവിയെ നോക്കുമ്പോൾ എനിക്ക് പേടിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, അങ്ങോട്ട് പറപ്പിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ ചാനൽ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അബൽ ബട്ടന്റെ പൊന്നും മച്ചാമാരെ ഒരു വെടിവഴി നടത്തണം സാധനം വെടിവഴിപാട്. അപ്പൊ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാമിയുടെയും എല്ലാ ടീമിന്റെ ഹൃദയം നിറഞ്ഞ സ്വാമി ഒരു ഉമ്മ കൊടുത്ത എല്ലാവർക്കും.